2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് UDF-ൽ എത്തിക്കണമെന്ന അഭിപ്രായം നിരവധി കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നു. യഥാർത്ഥത്തിൽ മാണി ഗ്രൂപ്പിന്റെ ശക്തി അവർക്കുള്ളതിനേക്കാൾ വലുതായി കാണുന്നത് കൊണ്ടാണ് പല കോണുകളിൽ നിന്നും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ഉയർന്നു വരുന്നത്. തങ്ങൾ വലിയ ശക്തരാണെന്ന രാഷ്ട്രീയ പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് ഇടതു വലതു മുന്നണികളിൽ നിന്ന് വിലപേശി സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാൻ നൂറ്റാണ്ട് കാലമായി മാണി ഗ്രൂപ്പിന് കഴിയുന്നത് എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. KM മാണി തുടർച്ചയായി 50 വർഷത്തിലധികം പ്രതിനിധീകരിച്ച പാലായിൽ പോയി മാണി ഗ്രൂപ്പിനേക്കാൾ ശക്തമായ സംഘടനയാണ് കോൺഗ്രസ് എന്ന് മനസ്സിലാക്കുവാൻ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ അംഗബലം താരതമ്യം ചെയ്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ പ്രസക്തമായ മുന്നണി രാഷ്ട്രീയത്തിന്റെ മാന്യതയനുസരിച്ച് എല്ലാ കാലത്തും KM മാണിയുടെ തട്ടകമായിരുന്ന പാലായി ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപന സീറ്റുകളും ജോസ് കെ മാണി വിഭാഗത്തിന് അല്ലെങ്കിൽ പഴയ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനാണ് വിട്ടു നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പരിമിതമായ സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിച്ചു പോന്നിരുന്നത്. എന്നാൽ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി മാണി ഗ്രൂപ്പ് മുന്നണി വിട്ടതോടുകൂടിയാണ് കോൺഗ്രസ് ആദ്യമായി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഈ നിയോജക മണ്ഡലത്തിൽ നേതൃത്വം നൽകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സമയത്ത് മാണി സി കാപ്പൻ UDF-ലേക്ക് ഔപചാരികമായി എത്തിച്ചേർന്നിട്ടില്ലാത്തതിനാൽ മാണി സി കാപ്പന്റെ പിന്തുണയും അന്ന് ഇടതുമുന്നണിക്കൊപ്പമായിരുന്നു. എന്നിട്ടും ശക്തമായ മത്സരം കാഴ്ചവെക്കുവാനും തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനവും ഏറ്റവും അധികം ജനപ്രതിനിധികളെയും നേടിയെടുക്കുവാനും കോൺഗ്രസിനും UDF-നും സാധിച്ചു എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. പാലാ നിയോജക മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ 13 തദ്ദേശ സ്ഥാപനങ്ങളാണ് പാലാ നിയോജക മണ്ഡലത്തിലുള്ളത്. പാലാ മുനിസിപ്പാലിറ്റി കൂടാതെ തന്നെ മേലുകാവ്, മൂന്നിലവ്, തലനാട്, തലപ്പലം, ഭരണങ്ങാനം, രാമപുരം, കടനാട്, മീനച്ചിൽ, കൊഴുവനാൽ, കരൂർ, എലിക്കുളം എന്നീ പഞ്ചായത്തുകൾ ചേർന്നാണ് ഈ 13 തദ്ദേശ സ്ഥാപനങ്ങൾ. ഈ 13 തദ്ദേശ സ്ഥാപനങ്ങളിലായി ആകെയുള്ളത് 193 ജനപ്രതിനിധികളാണ്. അത് ഓരോ പഞ്ചായത്ത് തിരിച്ചുള്ള കണക്കുകൾ എടുക്കുകയാണെങ്കിൽ മൂന്നിലവിൽ 13, മേലുകാവിൽ 13, തലനാട്ടിൽ 13, തലപ്പലത്ത് 13, ഭരണങ്ങാനത്ത് 13, രാമപുരത്ത് 18, കടനാട്ടിൽ 14, മീനച്ചിലിൽ 13, കൊഴുവനാൽ പഞ്ചായത്തിൽ 13, മുത്തോലിയിൽ 13, കരൂർ പഞ്ചായത്തിൽ 15, എലിക്കുളം പഞ്ചായത്തിൽ 16, പാലാ നഗരസഭയിൽ 26. ഈ 13 തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലവിൽ 5 UDF-ഉം 1 BJP-യും 7 LDF-ഉമാണ് ഭരണം നടത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുള്ള ഇടതുമുന്നണിയുടെ കീഴിലാണ് എന്ന് പറയാമെങ്കിൽ ആകെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലുമായുള്ള ജനപ്രതിനിധികളുടെ അംഗബലം പരിശോധിച്ചാൽ ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് ആണ് എന്ന് നമുക്ക് നിസ്സംശയം മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് 48 അംഗങ്ങളാണ് 12 പഞ്ചായത്തിലും പാലാ മുനിസിപ്പാലിറ്റിയിലുമായി ഉള്ളതെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് 44 അംഗങ്ങളെ ഉള്ളൂ. ജോസഫ് ഗ്രൂപ്പിന് 20 അംഗങ്ങളുമുണ്ട്. ഇനി ഓരോ പഞ്ചായത്തും തിരിച്ചുള്ള കോൺഗ്രസിന്റെയും മാണി ഗ്രൂപ്പിന്റെയും അംഗബലം പരിശോധിക്കുകയാണെങ്കിൽ മൂന്നിലവ് പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കേവലം 1 അംഗമുള്ളപ്പോൾ കോൺഗ്രസിന് 5 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. മേലുകാവ് പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കേവലം 1 അംഗമുള്ളപ്പോൾ കോൺഗ്രസിന് 5 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. തലനാട് പഞ്ചായത്തിൽ മാണി ഗ്രൂപ്പിന് 1 അംഗമുള്ളപ്പോൾ കോൺഗ്രസിന് 3 അംഗങ്ങളുണ്ട്. തലപ്പലം പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ മാണി ഗ്രൂപ്പിന് ഒരു ജനപ്രതിനിധി പോലുമില്ല. അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കോൺഗ്രസിന് ഒറ്റയ്ക്ക് 6 ജനപ്രതിനിധികൾ. ഭരണങ്ങാനം പഞ്ചായത്തിലെ 13 അംഗങ്ങളിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് 2 പേർ മാത്രമുള്ളപ്പോൾ കോൺഗ്രസിന് ഒറ്റയ്ക്ക് 5 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. രാമപുരം പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കേവലം 5 അംഗങ്ങളുടെ പിന്തുണയുള്ളപ്പോൾ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. അവർക്ക് 6 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. കടനാട് പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് 4 അംഗങ്ങളുള്ളത്, കോൺഗ്രസിന് 3 അംഗങ്ങളുണ്ട്. മീനച്ചിൽ പഞ്ചായത്തിലാണ് കോൺഗ്രസിന്റെ ഏറ്റവും പരിതാപാവസ്ഥയുള്ളത്. അവിടെ 1 അംഗങ്ങൾ പോലും കോൺഗ്രസിന് ഇല്ലാത്തിടത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് 3 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. കൊഴുവനാൽ പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ മാണി ഗ്രൂപ്പിന് 3 അംഗങ്ങളും കോൺഗ്രസിന് 1 അംഗവുമാണ്. ഇനി മുത്തോലി പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന് 2 അംഗങ്ങളും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് 4 അംഗങ്ങളുമുണ്ട്. ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന് പറയുന്നത് 6 അംഗങ്ങളുള്ള BJP ആണ്. അവർ തന്നെയാണ് അവിടെ ഭരണം നടത്തുന്നത്. പാലാ നഗരസഭയിലേക്ക് എത്തുമ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് 10 അംഗങ്ങളുണ്ട്. കോൺഗ്രസിന് 5 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. കരൂർ പഞ്ചായത്തിൽ കോൺഗ്രസിന് 2ഉം കേരള കോൺഗ്രസിന് 6 അംഗങ്ങളുടെയും പിന്തുണയുള്ളപ്പോൾ എലിക്കുളം പഞ്ചായത്തിൽ കോൺഗ്രസിന് 4 അംഗങ്ങളുടെയും കേരള കോൺഗ്രസിന് 4 അംഗങ്ങളുടെയും പിന്തുണയാണ്. പലപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആദ്യമായിട്ടാണ് കൈപ്പത്തി ചിഹ്നത്തിൽ പല വാർഡുകളിലും 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. കാരണം അതുവരെ UDF-ന്റെ ഭാഗമായി മാണി ഗ്രൂപ്പ് ആയിരുന്നു ഈ സീറ്റുകളിലൊക്കെ മത്സരിച്ചത്. എന്നിട്ടും കൈപ്പത്തി ചിഹ്നവും 2 ചിഹ്നവും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയ നിരവധി സീറ്റുകളിൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുവാൻ സാധിച്ചു. പാലാ മുനിസിപ്പാലിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് വിജയിച്ച 5 സീറ്റുകളിൽ 4 കൈപ്പത്തി ചിഹ്നം 2 ചിഹ്നത്തെയാണ് പരാജയപ്പെടുത്തിയത്. അതിൽ ഒരു വാർഡ് എന്ന് പറയുന്നത് പാലാ അരമന സ്ഥിതി ചെയ്യുന്ന വാർഡാണ്. ജോസ് കെ മാണിയുടെ സ്വന്തം വാർഡിൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി
കേവലം 12 വോട്ടുകൾക്ക് മാത്രമാണ് മാണി ഗ്രൂപ്പിനോട് പരാജയപ്പെട്ടത്. പാലാ നിയോജക മണ്ഡലത്തെ 2 ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പാലാ ബ്ലോക്കും ഭരണങ്ങാനം ബ്ലോക്കും. ഇതിൽ തന്നെ ഭരണങ്ങാനം ബ്ലോക്കിലെ 7 ഗ്രാമപഞ്ചായത്തുകളിൽ 5 കോൺഗ്രസ് ആണ് ഭരണം ഉറപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മാണി ഗ്രൂപ്പിനേക്കാൾ മൃഗീയമായ ആധിപത്യം കോൺഗ്രസിനും UDF-നും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഭരണങ്ങാനം ബ്ലോക്കുകളിലെ പഞ്ചായത്തായ മൂന്നിലവ്, മേലുകാവ്, തലപ്പലം, ഭരണങ്ങാനം, രാമപുരം എന്നിവിടങ്ങളിൽ കോൺഗ്രസും UDF-ഉം ഭരണം നടത്തുമ്പോൾ 2 പഞ്ചായത്തുകളിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗവും LDF-ഉം ഭരണം നടത്തുന്നത്. അതായത് കടനാട് പഞ്ചായത്തിലും തലനാട് പഞ്ചായത്തിലും. ഇനി കോൺഗ്രസ് ഭരിക്കുന്ന 5 പഞ്ചായത്തുകളിലെ കണക്കുകൾ കൂടി പരിശോധിക്കേണ്ടതാണ്. അതായത് മൂന്നിലവ്, മേലുകാവ്, തലപ്പലം, ഭരണങ്ങാനം, രാമപുരം പഞ്ചായത്തുകളിലായി കോൺഗ്രസ് ഭരിക്കുന്ന ഇടങ്ങളിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ആകെയുള്ളത് 11 ജനപ്രതിനിധികളാണെങ്കിൽ കോൺഗ്രസിനുള്ളത് 30 ജനപ്രതിനിധികളാണ്. ഇതിനെല്ലാം പുറമെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും വോട്ട് കണക്ക്. 2021 ശക്തമായ ഇടതു തരംഗം ആഞ്ഞു വീശിയിട്ടും പാലാ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ 13 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരിടത്തൊഴികെ 12 സ്ഥലങ്ങളിലും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച മാണി സി കാപ്പന് വലിയ ഭൂരിപക്ഷം നേടിയെടുക്കുവാനായി. ഒരു കാലത്ത് മാണി ഗ്രൂപ്പിന്റെ തട്ടകമായിരുന്ന, ഇപ്പോൾ BJP ഭരണം നടത്തുന്ന മുത്തോലി പഞ്ചായത്തിൽ മാത്രമാണ് അന്ന് ജോസ് കെ മാണിക്ക് ലീഡ് നേടാനായത്. പിന്നീട് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിച്ചാലും അതും ഇതുപോലെ തന്നെ UDF-ന്റെ സമഗ്ര ആധിപത്യം വെളിപ്പെടുത്തുന്നതാണ്. പാലാ നിയോജക മണ്ഡലത്തിലെ 13 തദ്ദേശ സ്ഥാപനങ്ങളിൽ അന്ന് ഒരിടത്ത് മാത്രമാണ് തോമസ് ചാഴികാടൻ ലീഡ് ചെയ്തത്. മറ്റ് 12 ഇടങ്ങളിലും അന്ന് UDF സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ് ആണ് ലീഡ് ചെയ്തത്. ഇതിൽ തന്നെ കൗതുകകരമായ മറ്റൊരു വസ്തുത, എല്ലാ കാലത്തും മാണി ഗ്രൂപ്പിന്റെ തട്ടകമായിരുന്ന മുത്തോലി പഞ്ചായത്തിൽ ഫ്രാൻസിസ് ജോർജ് ലീഡ് ചെയ്തപ്പോൾ അദ്ദേഹം പിന്നിൽ പോയത്, അല്ലെങ്കിൽ തോമസ് ചാഴികാടൻ ലീഡ് ചെയ്തത് കരൂർ പഞ്ചായത്തിൽ മാത്രമായി. ഇത്തരത്തിൽ 2020 തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ട് കണക്കുകൾ പരിശോധിച്ചാൽ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്ക് പരിശോധിച്ചാൽ, 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്ക് പരിശോധിച്ചാൽ UDF-ന് വ്യക്തമായ മേൽക്കോയ്മ തന്നെയാണ് പാലാ നിയോജക മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനെല്ലാം പുറമെ UDF-ന് പാലായിൽ മുതൽക്കൂട്ടാകുന്നത് ശക്തരും ജനകീയരുമായ MLA മാണി സി കാപ്പന്റെയും MP ഫ്രാൻസിസ് ജോർജിന്റെയും സാന്നിധ്യമാണ്. ഇക്കാര്യങ്ങളെല്ലാം വസ്തുതാപരമായി വിലയിരുത്തുമ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അവകാശപ്പെടുന്നത് പോലെ പാലാ നിയോജക മണ്ഡലത്തിൽ പോലും അവർക്കൊരു ശക്തിയില്ല എന്നും UDF-ന് അവരെ കൂടാതെ തന്നെ പാലായിലും കേരളത്തിലും വിജയം സാധ്യമാകുമെന്നുമുള്ള കണക്കുകൾ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.